കൊണ്ടുവരുന്നത്. ഈ ചന്തയിൽ ഇപ്പൊ എന്തൊക്കെയാണ് കൂടുതലുള്ളത്? ഇവിടെ പിന്നെ ജേഴ്സി കന്നാലിയുണ്ട്, ബ്രൗൺ കന്നാലിയുണ്ട്, കാളന്മാർ വരുന്നുണ്ട്, ആട് വരുന്നുണ്ട്, വളർത്താൻ പോത്തും കുട്ടികൾ വരുന്നുണ്ട്, എല്ലാവിധ സാധനങ്ങളും വരുന്നുണ്ട്. എല്ലാം മിതമായ വിലയിൽ കിട്ടുന്നു. എല്ലാം ന്യായമായിട്ടുള്ള വിലയ്ക്കാണ് പോകുന്നത്. ന്യായമായ വിലയിൽ കിട്ടുന്നുണ്ട്. എല്ലാ ഹൈബ്രിഡും എല്ലാം ഹൈബ്രിഡ് പോത്ത് വരുന്നുണ്ട്, ഹൈബ്രിഡ് കിടാക്കൾ വരുന്നുണ്ട്, ഹൈബ്രിഡ് പശുക്കൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്മാർട്ട് പെറ്റ് സഫാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ രാജീവ് ബുദ്രോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ അതിപുരാതനവും പ്രശസ്തവുമായ ഒരു കന്നുകാലി ചന്തയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഇവിടുത്തെ വിശേഷതകൾ നമുക്ക് കണ്ടും കേട്ടും വരാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയിലേക്ക് പോയിട്ട് വരാം. നല്ല വിലസഹായത്തിലെ കന്നുകാലികളെയും മറ്റും കിട്ടുന്നതിലെ കേരളത്തിലെ എല്ലാവിധ ആൾക്കാരും വന്ന് ചേരുന്ന ഒരു സങ്കേതമാണ് ഈ ഒരു കാളച്ചന്ത. ഈ കാളച്ചന്തയിൽ വളരെ വിദൂരതയിൽ നിന്ന് വരെ ആൾക്കാർ എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം ഇതിന് പ്രത്യേകതകൾ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടും കേട്ടും വരാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു വലിയൊരു കാഴ്ച തന്നെ കണ്ടിട്ട് വരാം. ചന്തയെ പറ്റി ഇവിടെ ഒരു 12 മണിക്ക് ചന്ത. ഇവിടെ കന്നാലികളിൽ പോത്തുകൾ പശുക്കളൊക്കെ വരും. വിലയൊക്കെ കുറവുണ്ട്. കിടാക്കളുണ്ട്, പശുവുണ്ട്, മൂലിയൊക്കെ വരും. പിന്നെ കുഴപ്പമൊന്നുമില്ല. നല്ല വീട്ടുകാർക്ക് വന്ന് അവർ ഇഷ്ടത്തിന് വില പറഞ്ഞ് മേടിക്കാം. അവർ വില വീട്ടിൽ ഇവിടെ 45-50 ചോദിക്കും. പിന്നെ മുതലായിട്ട് വിലയ്ക്ക് മേടിച്ചെടുക്കും. വില നമ്മൾ ഫിക്സഡായിട്ടൊരു വിലയില്ല. മറ്റു കുഴപ്പങ്ങളൊന്നും ചന്ത മാർക്കറ്റ് നല്ല പശുക്കളും കിടാക്കളും ഒക്കെ അല്ലേ? പശുക്കളും നല്ല പോത്ത് കുട്ടികളും കിടാക്കളൊക്കെ വരും. ഞാൻ ഈ താമരക്കുളം മേടിക്കാൻ വേണ്ടി വന്നത്. താമരക്കുളത്ത് മേടിക്കാൻ വന്നതാണ്. വരാറുണ്ടോ? ഷാജി താമരക്കുളം സ്ഥിരം വരാറുണ്ടോ? സ്ഥിരം വരാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഈ ചന്തയുടെ ഒരു ചരിത്രം വല്ല അറിയാവോ? ചരിത്രം ഇത് നേരത്തെ പഴയ ചന്തയാണ്. കുറച്ച് വർഷം തൽക്കാലം നിർത്തി വെച്ചത്. ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷത്തിൽ കൂടുതലായി. കുഴപ്പമില്ല. ബിസിനസ്സുകാരൊക്കെ പലയിടത്തും വരാറുണ്ട്. മറ്റു കുഴപ്പമില്ല. ഞാനും പറഞ്ഞു കേട്ട് വരുന്നതാണ്. പേരുള്ളതാണ്. അതെ. എന്നിട്ട് എല്ലാ വീട്ടുകാരൊക്കെ വരാറുണ്ട്. പാൽ പശുവിനെ കിട്ടും. ഒരു 3 ലിറ്റർ 4 ലിറ്റർ പാലുള്ള പശുക്കളൊക്കെ കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിലയ്ക്ക് മേടിക്കാം. പിന്നെ കശാപ്പ് അറപ്പ് വന്നാലേ കിട്ടും. പിന്നെ പോത്തും കുട്ടികളെ വളർത്താൻ പറ്റും. അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ സാധനം വരുന്നുണ്ട്. എല്ലാം നല്ല ഹൈബ്രിഡ് എല്ലാം മുറ ക്രോസ്, അങ്ങനെയുള്ള ജമുന പേരി, അങ്ങനെ ആടിന്റെ ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യുന്നത്? എനിക്കൊരു പോത്തിന്റെ ബിസിനസ്. പോത്ത് ബിസിനസ്. ഞാനിവിടെ പോത്തിന്റെയും പശുവിന്റെ ബിസിനസ് ചെയ്യുന്ന. ഫാമൊക്കെ ഉണ്ടോ? ഫാമില്ല. ഞാൻ മേടിച്ച് വിൽക്കാം. അതെ. ചരിത്രത്തിൽ ഇടം നേടിയ കന്നുകാലി ചന്ത. വളരെ വിദൂരതയിൽ നിന്ന് വരെ ആൾക്കാർ എത്തുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വലിയൊരു കന്നുകാലി ചന്തയാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ ചെറിനാട് പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന കൊല്ലുകടവിലെ കന്നുകാലി ചന്ത. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത വളരെ വിശേഷത നിറഞ്ഞതാണ്. വളരെ ദീർഘനാളുകളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു കന്നുകാലി ചന്തയാണ്. ഇവിടെ എല്ലാവിധ ആടുമാടുകൾ എല്ലാം തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ചന്തയാണ്. കൊല്ലയുടെ ചന്തയാ. എല്ലാ അതിനുള്ള ആവശ്യക്കാർ ഇവിടെ വരും. അവര് വാങ്ങിക്കും. തടിക്കന്നാലയാണ് കൂടുതലും വരുന്നത്. പാലിന്റെ പശുവുണ്ട്. പിന്നെ കൊച്ചു കിടാക്കളുണ്ട്, വളർത്തുകിടാക്കള്, പോത്തുകിടാക്കള്, എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാം. ഇവിടെ വന്നാൽ എല്ലാ നല്ല വില സഹായത്തിലൊക്കെ കിട്ടുന്നത്. ഏത് പണ്ട് മുതലേ ഉള്ള ചന്തയാണ് ഈ കൊല്ലയുടെ ചന്ത എന്ന് പറഞ്ഞ. ഇപ്പൊ തുടങ്ങിയതൊന്നും അല്ല. അന്ന് പോലെ ആൾക്കാർ വന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ചില വിഷയങ്ങൾ കാരണം നിർത്തിവെച്ചിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്തവര്. പഞ്ചായത്തിന്റെ ഇതില് ലേലത്തിൽ ചന്ത വിളിക്കും. ഉണ്ട്. നല്ല വിൽപ്പനയാണ്. നല്ല സെയിലുമാണ്. ഇവിടെ വേണ്ട ആവശ്യക്കാരെല്ലാം ഈ ചന്തയിലാണ് വന്ന് സാധനം എടുത്തോണ്ട് പോകുന്നത്.
നമസ്കാരം. നമസ്കാരം. ഇത് കൊല്ലോട് ചന്തയാണല്ലേ? അതെ. കൊല്ലോട് ചന്തയുടെ ചരിത്രമൊക്കെ അറിയാവോ? ഇത് പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ടുള്ള ചന്തയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ താഴെയായിരുന്നു മാർക്കറ്റ്. ഇന്ന് മലയാളം ഡേറ്റ് ആയിരുന്നു 16-ാം തീയതി. കാലത്തിനനുസരിച്ച് മാർക്കറ്റുകളെല്ലാം നിർത്തി വരുവാ. ഇപ്പൊ നിലവിൽ വയ്യാങ്കരമുണ്ട്, കൊല്ലടമുണ്ട്, തിരുവല്ലമുണ്ട്. ഇപ്പൊ 3 ചന്ത ശരിക്കും ഇപ്പൊ നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ചന്തകളെല്ലാം നശിച്ചു പോയി. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഇനങ്ങളാണ് കൂടുതലും വരുന്നത്? ഇവിടെ പിന്നെ പശുക്കൾ വരും, കിടാക്കൾ വരും, കുമ്പന്മാർ വരും, ആട് വരും, പോത്ത്, എരുമ, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. എല്ലാം വരുന്നുണ്ട്. എല്ലാം മിതമായ വിലയാണ്. വില കുറവാണ്. മിതമായ വിലക്ക് മേടിക്കാൻ പറ്റും. ഇന്ന് വില കൂടുതലാണ് കേട്ടോ. ഇന്ന് വില കൂടുതലാണ്. അത് മാർക്കറ്റിന്റെ അനുസരിച്ച് കൂടിയായിരിക്കും അല്ലേ? പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ചന്ത ഏതാ? ഏറ്റവും കൂടുതൽ തിരക്കുള്ള ചന്തയിലാണല്ലേ? കൊല്ലോട് ചന്തയാണ്. ഈ ചന്തയുടെ നമുക്ക് അറിയാവുന്ന കൂടുതൽ സവിശേഷതകൾ എന്താണ് ശരിക്കും? സവിശേഷതകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പാരമ്പര്യമായിട്ടുള്ള ചന്തയാണ്. എല്ലാ ഐറ്റം വാങ്ങാൻ പശുണ്ട്, ആടുണ്ട്, ഏത് വാങ്ങാൻ പറ്റും. നമ്മുടെ പുറകെല്ലാം വിറ്റ് ആടുകളും ഒക്കെ ആണല്ലേ? വാങ്ങിച്ചു വണ്ടിയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലം ശരിക്കും എവിടെയായിരുന്നു? എന്റെ സ്ഥലം മണപ്പള്ളി. ഓ ശരി, മണപ്പള്ളി പന്തളം. ഇത് നമ്മുടെ കൂടപ്പുറപ്പാ. രണ്ടുപേരുടെ പേര് ഒന്നുകൂടെ പറഞ്ഞാട്ടെ. പേരൊന്നുകൂടെ പറഞ്ഞാട്ടെ. മാലിക് മുഹമ്മദ്. നമ്മുടെ പേര് സലീം മണപ്പള്ളി. ബെല്ലാരി രാജാവ് അറിയപ്പെടും. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് ഫാമൊക്കെ ഉണ്ടോ? ഫാമുണ്ട്. വണ്ടി പോകത്തുള്ളൂ ചേട്ടാ. നമുക്ക് ന്യായമായിട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. അത് കൊടുത്ത് ഈ വീട്ടുകാർ ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോ വേറെ വില പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അടൂരിന്ന് വരുവാട്ടെ. അടൂർ സെന്ററിൽ തന്നെ വർഷങ്ങളായിട്ട് വരുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട് ചന്തയൊക്കെ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല, പോകുന്നു. ഇപ്പൊ നമ്മളെ ഇതേതാ? നമ്മുടെ ഇനം ഏതാ? ഇത് ബ്രൗൺ കാള. ഓക്കെ, ഇത് നല്ല ഇനം അല്ലേ? ഓക്കെ, സന്തോഷം.
ചേട്ടൻ്റെ പേരെന്താണ്? പ്രസാദ്. പ്രസാദ്. ഇവിടെ ഉത്തരവാദിത്തമായിട്ട് വരാറുണ്ടോ? ഞാനോ? കരിവെന്ന് അറിയപ്പെടും. രണ്ടുപേരെ ഉള്ളത്. ഞാൻ ഈ ചന്ത തുടങ്ങിയ കാലം മുതൽ താഴെ ആട് കച്ചവടം ആദ്യം ചന്ത ഉണ്ടായിരുന്നു ഇവിടെ. ആദ്യം ഇപ്പൊ താഴെയായിരുന്നു ഇതെല്ലാം. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കച്ചവടമായത്. ഇവിടെ ഇപ്പൊ ഈ ചന്ത തുടങ്ങി രണ്ടാമത് തുടങ്ങിയിട്ട് 10-15 വർഷത്തിൽ താഴെ ആയതേ ഉള്ളൂ. ഇത് നിർത്തിപ്പോയതായിരുന്നു. ഇതെല്ലാം നിർത്തിപ്പോയി കഴിഞ്ഞ് വീണ്ടും ഇത് വന്ന് 15 കൊല്ലത്തോളമായി. ഈ വേലുവാണനാ പിന്നെ ഇത് രണ്ടാമത് ഈ ചന്ത ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ചന്തയിൽ ഇപ്പൊ എന്തൊക്കെയാണ് കൂടുതലുള്ളത്? ഇവിടെ പിന്നെ ജേഴ്സി കന്നാലിയുണ്ട്, ബ്രൗൺ കന്നാലിയുണ്ട്, കാളന്മാർ വരുന്നുണ്ട്, ആട് വരുന്നുണ്ട്, വളർത്താൻ പോത്തും കുട്ടികൾ വരുന്നുണ്ട്, എല്ലാവിധ സാധനങ്ങളും വരുന്നുണ്ട്. എല്ലാം മിതമായ വിലയിൽ കിട്ടുന്നുണ്ട്. എല്ലാം ന്യായമായിട്ടുള്ള വിലയ്ക്കാ പോകുന്നത്. ന്യായമായ വിലയിൽ കിട്ടുന്നുണ്ട്. എല്ലാ ഹൈബ്രിഡും എല്ലാം ഹൈബ്രിഡ് പോത്ത് വരുന്നുണ്ട്, ഹൈബ്രിഡ് കിടാക്കൾ വരുന്നുണ്ട്, ഹൈബ്രിഡ് പശുക്കൾ വരുന്നുണ്ട്, എല്ലാം ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം ഏതാ ഉള്ളത്? ശരിക്കും കച്ചവടം പോത്തും കുട്ടിയുടെ ഉണ്ട്, തടിമാടിന്റെ ഉണ്ട്, പോത്തിന്റെ കച്ചവടം ഉണ്ട്. ഇവിടെ പെരുന്നാൾ ടൈമിൽ ഏറ്റവും കൂടുതൽ പോത്ത് വിൽക്കുന്ന ചന്ത ഇവിടെ ചന്തയാണ്. ഇതൊക്കെ അടൂരിൽ വരുന്നതാ. അടൂരിൽ നിന്ന് വരുന്നതല്ലേ? നസർ.